നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 1 കോടി ചിലവഴിച്ച് സർക്കാർ രൂപം കൊടുത്ത ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആയുസ് തിങ്കളാഴ്ച വരെ മാത്രം. പരാതിയില്ലാത്ത വിഷയങ്ങളിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമോ എന്ന വിഷയത്തിൽ തിങ്കളാഴ്ച സുപ്രീം കോടതി വിധി പറയും. കേസെടുക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിലാകും. സർക്കാരിന്റെ താല്പര്യവും ഇത് തന്നെയാണ്. മലയാള സിനിമയിൽ ഉന്നതർക്കെതിരെയുള്ള പരാതി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ചിന്തയിലാണ് സർക്കാർ. സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ എങ്ങനെയെങ്കിലും കേസ് അവസാനിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു. 2017 മുതൽ 2020 വരെ കമ്മീഷന്റെ ചിലവ് 1,65,50,000 രൂപയായിരുന്നു എന്നാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ജസ്റ്റിസ് ഹേമ 1,03,22,254 രൂപ കൈപ്പറ്റിയതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. 2019 റിപ്പോർട്ട് സമർപ്പിച്ചത്. പണമില്ലാതെ നട്ടം തിരിയുന്ന സർക്കാരാണ് ഇത്തരത്തിൽ 1 കോടിയിലേറെ രൂപ ദൂർത്തടിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം സുപ്രീം കോടതി നടത്തിയിരുന്നു. തെളിവില്ലാതെ എന്തിനാണ് കേസെടുക്കുന്നതെന്നും പ്രാഥമിക അന്വേഷണം നടത്താതെയാണോ കേസെടുത്തതെന്നും സുപ്രീം കോടതി ചോദിച്ചു. ഇങ്ങനെ കേസെടുത്ത ആളുകളെ അപമാനിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണവും തേടി. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും 5 വർഷം സർക്കാർ ഒന്നും ചെയ്തില്ലല്ലോ എന്ന വിമർശനവും ഉയർന്നു. മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമെന്നും സുപ്രീം കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന നടിയുടെ ഹർജിയിലാണ് സർക്കാരിനെതിരായ വിമർശനം. മൊഴി നൽകാൻ SIT ആരെയും നിർബന്ധിക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ സജിമോൻ പാറയിലും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ഹർജി നൽകാൻ എന്താണ് അവകാശം എന്നായിരുന്നു സജിമോൻ പാറയിലിനോട് സുപ്രീം കോടതിയുടെ ചോദ്യം. SIT FIR രജിസ്റ്റർ ചെയ്യുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നതിനെ എങ്ങനെ തടയാനാകും? കുറ്റകൃത്യം സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സജിമോൻ പാറയിലിനെ മുന്നിൽ നിർത്തുന്നത് വലിയ വ്യക്തികളാകാമെന്ന് WCC സുപ്രീം കോടതിയെ അറിയിച്ചു. സജിമോൻ പാറയിലിനും മേക്കപ്പ് ആർട്ടിസ്റ്റിനും അപ്പീൽ നൽകാനുള്ള അവകാശമില്ലെന്നായിരുന്നു വനിതാ കമ്മീഷന്റെ വാദം. മലയാള സിനിമാ വ്യവസായത്തിൽ കടുത്ത ലിംഗനീതിയും ലൈംഗിക ചൂഷണവും എന്ന വെളിപ്പെടുത്തലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നടത്തിയത്. പുറമേ കാണുന്നത് പോലെ സുന്ദരമല്ല മലയാള സിനിമയിലെ താരങ്ങളും നക്ഷത്രങ്ങളും എന്ന ആമുഖത്തോടെയാണ് ലിംഗവിവേചനവും ലൈംഗിക അതിക്രമവും ക്രിമിനൽ പ്രവർത്തനങ്ങളും ലോബിയിങ്ങും വെളിപ്പെടുത്തുന്ന വിശദമായ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അടക്കം ലൈംഗിക താല്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന രീതിയിൽ അധികാരക്രമം ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്ന നിരവധി മൊഴികളും കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന അടിവരയിൽ ഊന്നുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലൈംഗിക അതിക്രമം എന്നതിനൊപ്പം ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിൽ ആൺമേൽക്കോയ്മയാണ് നിലനിൽക്കുന്നതെന്ന് റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിലെ മുൻനിര അഭിനേത്രിമാർ ഉൾപ്പെടെ 50-ലേറെ പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനവും ചൂഷണവും വിശദമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പലതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദരചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്. പക്ഷെ ശാസ്ത്രീയ അന്വേഷണത്തിൽ നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ലെന്നാണ് തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുതെന്നും ഉപ്പ് പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണെന്നും പറഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം എന്ന റിപ്പോർട്ട് പറയുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. വഴങ്ങാത്തവർക്ക് അവസരങ്ങളില്ല. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു. ചൂഷണം ചെയ്യുന്നവരിൽ പ്രമുഖ നടന്മാരുമുണ്ട്. സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട്. പരാതി പറയുന്നവരെ പ്രശ്നക്കാരായി കാണുന്നു. സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. മലയാള സിനിമയിൽ ആൺകോയ്മ നിലനിൽക്കുന്നു. സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു. അവരെ 2ാം തരക്കാരായി പരിഗണിക്കുന്നു. നടിമാർ ജീവഭയം കാരണം തുറന്നു പറയാൻ മടിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ലൈംഗികത ആവശ്യത്തിന് വഴങ്ങിയാൽ മാത്രമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. വനിതാ പ്രൊഡ്യൂസർമാരെയും നടന്മാരെയും പ്രവർത്തകരെയും അപമാനിക്കും. സിനിമയിലെ സ്ത്രീയെ ഒരു ലൈംഗിക വസ്തുവായി മാത്രമാണ് പലരും കാണുന്നത്. നോ പറഞ്ഞാൽ ഓക്കെ ആയ സീനുകൾ വരെ പലതവണ റീടേക്ക് എടുപ്പിക്കും. ആലിംഗന സീനുകളും ചുംബന സീനുകളും ഒക്കെ നിരവധി തവണ റീടേക്ക് എടുത്ത് പ്രതികാരം ചെയ്യും. പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഭീഷണിപ്പെടുത്തും. ഓൺലൈൻ മാധ്യമങ്ങളോട് അസഭ്യവർഷം നടത്തി മാനസികമായി തകർക്കും. ഇതിനായി വലിയ സംഘം തന്നെ ഉണ്ടെന്നും ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നടിമാർ മൊഴി നൽകിയിട്ടുണ്ട്. വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രകുത്തുകയാണ്. പോലീസിനെ സമീപിക്കാത്തത് ജീവനിൽ ഭയമുള്ളതിനാലാണ്. സിനിമയിലെ ഉന്നതരും അതിക്രമം കാട്ടിയിട്ടുണ്ടെന്നാണ് മൊഴി. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 49-ാമത്തെ പേജിലെ 96-ാമത്തെ പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല.
81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ടെന്നും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുതൽ കൃത്യമായ വിവേചനവും അനീതിയും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വിവാദങ്ങളുടെ കൊടുമുടിയിലാണ് മലയാള സിനിമ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ പരിശോധിക്കാം. 2017 മലയാള സിനിമയിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. വലിയ വിവാദമായ സംഭവത്തെ തുടർന്നാണ് മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത്. നിയമപരമായ ചട്ടക്കൂടുകളില്ലാതെ പ്രവർത്തിക്കുന്ന പുരുഷ മേധാവിത്വ ഇടമെന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ചൂഷണങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെ അഭിസംബോധന ചെയ്യാനും ആവശ്യങ്ങൾ ഉയർന്നു. ഇതോടെയാണ് സിനിമയെ കൂടുതൽ ലിംഗസൗഹൃദമാക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താനായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സ്ഥാപിക്കപ്പെട്ടത്. വനിതാ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന WCC സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാനലിനെ നിയോഗിക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. 2017 ജൂലൈയിൽ ജസ്റ്റിസ് K. ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3 അംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു. ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. മലയാള സിനിമാ രംഗത്തെ പ്രവർത്തകരോട് സംസാരിച്ച് സ്ത്രീകളുടെ വേതനം, തൊഴിലിടങ്ങളിലെ അവസ്ഥ, അവർ നേരിടുന്ന ചൂഷണം എന്നീ പ്രശ്നങ്ങൾ പഠിച്ച് 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷനെ സർക്കാർ ചുമതലപ്പെടുത്തിയത്. തൊഴിലന്തരീക്ഷത്തിന്റെ ഗുണനിലവാരവും അവർ നിത്യേന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സ്വഭാവവും അന്വേഷിക്കാൻ സ്ത്രീ പുരുഷ അഭിനേതാക്കൾ, നിർമ്മാതാക്കൾ, സംവിധായകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് നിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അഭിമുഖം നടത്തി. നിരവധി വനിതാ അഭിനേതാക്കൾ അവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന വ്യവസ്ഥയിൽ സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തിന്റെ ഭീകര കഥകൾ കമ്മീഷനോട് വിവരിച്ചു. ലിംഗാടിസ്ഥാനത്തിലുള്ള വേതന വ്യത്യാസം, സെറ്റിൽ സ്ത്രീകൾക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാത്ത പ്രശ്നങ്ങൾ, പരാതി പരിഹാരത്തിനുള്ള ശരിയായ ഫോറത്തിന്റെ അഭാവം എന്നിവയും അവർ പരിശോധിച്ചു. ഏതാണ്ട് 2 വർഷത്തോളം സമയമെടുത്താണ് ഹേമ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2019 ഡിസംബർ 31 കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് 300 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. സിനിമാ സെറ്റുകളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സാന്നിധ്യം വ്യാപകമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. ഇത്തരം വീഴ്ചകളെല്ലാം അന്വേഷിക്കാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നും പാനൽ സർക്കാരിനെ ഉപദേശിച്ചു. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളും ഈ രംഗത്തേക്ക് ചുവടുവെക്കാനുള്ള ധൈര്യവും നൽകാമെന്നും ഒപ്പം നമ്മുടെ സമൂഹത്തെ ലിംഗസമത്വം എന്ന സ്വപ്നത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കവേ WCC അഭിപ്രായപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 4 വർഷത്തിലേറെയായി നടപടികളില്ലാതെ തുടർന്നു. ഇക്കാലയളവിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ അതിന്റെ ശുപാർശകൾ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. കാരണമായി ചൂണ്ടിക്കാണിച്ചത് ലൈംഗിക അതിക്രമത്തിന്റെ തെളിവുകളായിരുന്നു. സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ റിപ്പോർട്ടിലെ മുഴുവൻ ഉള്ളടക്കവും പരസ്യപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ സർക്കാരിനോട് സൂചിപ്പിച്ചതായി അറിയുന്നു. എന്നാൽ അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ടിലെ കാതലായ കണ്ടെത്തലുകൾ വെളിപ്പെടുത്താൻ ആവശ്യമുയർന്നിരുന്നു. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമല്ല കമ്മീഷനെ നിയമിച്ച് എന്നതിനാൽ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയുടെ മുൻപാകെ വെക്കേണ്ടതില്ല. നീണ്ട വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഓഗസ്റ്റ് 19 സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുതൽ മലയാള സിനിമയെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിലെ വസ്തുതകൾ. 233 പേജുള്ള റിപ്പോർട്ടിലൂടെ സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളുമാണ് പുറത്തുവിട്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം, ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നേരിടുന്ന വിവേചനവും റിപ്പോർട്ട് അതീവ ഗൗരവമായാണ് ചൂണ്ടിക്കാണിച്ചത്. മലയാള സിനിമ ഒരു കൂട്ടം പുരുഷന്മാരുടെ ആധിപത്യത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആർത്തവ ദിനങ്ങൾ സിനിമാ സെറ്റുകളിലെ ദുരിതകാലമാണെന്നാണ് വനിതാ സിനിമാ പ്രവർത്തകർ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത്. ഈ ദിവസങ്ങളിൽ സാനിറ്ററി പാഡുകൾ മാറ്റാനോ ഉപയോഗിച്ചത് കളയാനോ ആവശ്യത്തിന് ശുദ്ധജലമോ ലഭിക്കാത്ത സ്ഥിതിയാണ്. മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ലാത്തതും കാരണം പലപ്പോഴും ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാരണത്താൽ പല ആളുകൾക്ക് മൂത്രത്തിൽ അണുബാധയും അനുബന്ധ രോഗങ്ങളും പിടിപെടാറ് ആണ് പതിവ്. സിനിമയിൽ വനിതകളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വില കൽപ്പിക്കാറില്ലെന്ന് കമ്മിറ്റി എടുത്തു പറയുന്നുണ്ട്. സിനിമയിൽ വിലക്കേർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും സ്ത്രീകളുടെ പരാതി നൽകുന്നതിൽ നിന്ന് പോലും തടഞ്ഞു വെക്കുന്നത്. ജീവന് പോലും ഭീഷണിയുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ പരാതികൾ പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യമായ നിയമപരമായ സ്ഥാപനത്തിന്റെ അഭാവവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ സിനിമാ രംഗത്തെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്.
ഉന്നത സ്ഥാനങ്ങളിലും രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സജീവമായ സിനിമാ താരങ്ങൾക്കെതിരെ സർക്കാർ സ്വമേധയാ കേസ് എടുക്കാൻ മടിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പോലീസ് കേസ് എടുക്കാനായി മുന്നോട്ട് വരുന്നതെന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. നിലവിൽ മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെ നടിമാർ തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ കൂടുതൽ താരങ്ങൾ ആരോപണ വിധേയരായി. നടന്മാരായ ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, സുരാജ് വെഞ്ഞാറമൂട്, ജയൻ ചേർത്തല, അലൻ സിയർ, ബാബുരാജ്, അന്തരിച്ച സിനിമാ നടൻ മാമുക്കോയ തുടങ്ങിയവരിൽ നിന്ന് മോശം സംസാരങ്ങളും പെരുമാറ്റവും ഉണ്ടായതായി ആരോപിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളും നടികളും രംഗത്തെത്തി. നിലവിൽ ആരോപണങ്ങളെ തുടർന്ന് തങ്ങളുടെ ചുമതലകളിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് സിദ്ദിഖും രഞ്ജിത്തും. സംവിധായകൻ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഉന്നയിച്ചത് ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ്. ശ്രീലേഖയുടെ പരാതിയിന്മേൽ രഞ്ജിത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് കേസെടുത്തത്. ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ യുവനടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖിനെതിരെയും കൊച്ചി വൈറ്റില സ്വദേശി പോലീസിൽ പരാതി നൽകി. സിദ്ദിഖിനെതിരെ പോക്സോ ചുമത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരെയും കേസെടുക്കണമെന്നാണ് പരാതിയിലുള്ളത്. യുവനടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. 290 പേജുകൾ അടങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 233 പേജുകളാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുറത്തുവിടാത്ത 57 പേജുകളിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങൾ ഉണ്ട് എന്നതിനാലാണ് അവ ഒഴിവാക്കിയത്. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുഖ്യമന്ത്രിയുടെ കയ്യിൽ മാത്രമാണുള്ളത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ കയ്യിൽ പോലും റിപ്പോർട്ട് പൂർണ്ണമായി ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻമന്ത്രി AK ബാലനാണ് കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത്. ആരോപണ വിധേയരായ സിനിമാക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പിണറായി റിപ്പോർട്ട് ഒളിപ്പിച്ചത്. മലയാള സിനിമാ വ്യവസായത്തിൽ കടുത്ത ലിംഗ അനീതിയും ലൈംഗിക ചൂഷണവും എന്ന വെളിപ്പെടുത്തലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. പുറമെ കാണുന്നത് പോലെ സുന്ദരമല്ല മലയാള സിനിമയിലെ താരങ്ങളും നക്ഷത്രങ്ങളും എന്ന ആമുഖത്തോടെയാണ് ലിംഗവിവേചനവും ലൈംഗിക അതിക്രമവും ക്രിമിനൽ പ്രവൃത്തികളും ലോബിയിങ്ങും വെളിപ്പെടുത്തുന്ന വിശദമായ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. നിർമ്മാതാക്കളായ സംവിധായകരുടെ അടക്കം ലൈംഗിക താല്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന രീതിയിൽ അധികാരക്രമം ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്ന നിരവധി മൊഴികൾ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ മുൻനിര അഭിനേത്രിമാർ ഉൾപ്പെടെ 50-ലേറെ പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ലഹരിയെക്കുറിച്ച് ഒരു അന്വേഷണവും മൊഴി നൽകിയിട്ടില്ല. മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും മജിസ്ട്രേറ്റിനു മുന്നിൽ കൃത്യമായ തെളിവുകളോ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതായും പരാതിക്കാരിയായ നടി പറഞ്ഞു. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. ഏത് പ്രമുഖനായാലും കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് ലഭിച്ച ആർജവമാണ് പരാതി നൽകാനുള്ള പ്രേരണ. സർക്കാരിൽ വിശ്വാസമുണ്ട്, കേസിനെ ബാധിക്കുമെന്നതിനാൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു. മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവരും 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥരായ അജിത ബീഗം, പൂങ്കുഴലി എന്നിവർ ഇവരുടെ ഫ്ളാറ്റിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നടി നൽകിയിരുന്ന കേസുകളിൽ മുകേഷിനെതിരായ കേസിലെ രഹസ്യമൊഴിയാണ് ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച 5 വർഷം എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചു. റിപ്പോർട്ട് പുറത്തു വന്നതോടെ എന്തെങ്കിലും ചെയ്തുവെന്ന് കാണിക്കാനാണോ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ച് അന്വേഷണം നടത്തുന്നതെന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ റിപ്പോർട്ടിന്റെ സ്വഭാവം കണക്കിലെടുത്താണ് നടപടി എടുക്കാത്തതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാർ പറഞ്ഞു. ശക്തരായ വ്യക്തികളാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നത്. ഒട്ടേറെ പണ ഇടപാടുകൾ നടക്കുന്ന മേഖലയാണ് രഞ്ജിത് കുമാർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഈ മറുപടിയോടെ സംസ്ഥാന സർക്കാരിനെ സംശയത്തിലാക്കുകയാണെന്ന് രഞ്ജിത് കുമാറിനോട് സുപ്രീം കോടതി ചോദിച്ചു. ക്രിമിനൽ കേസ് എടുത്തില്ലെങ്കിലും ഹേമ കമ്മിറ്റിയുടെ ശുപാർശ നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും വനിതാ കമ്മീഷൻ അഭിഭാഷക കോടതിയെ അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസുകളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച മാലാ പാർവതി, മേക്കപ്പ് ആർട്ടിസ്റ്റും ഹൈക്കോടതിയെ സമീപിച്ചില്ലെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന് നോഡൽ ഓഫീസർ ഉണ്ടെന്നും അവരോട് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന കാര്യം അറിയിച്ചിട്ടില്ലെന്നുമാണ് അറിവെന്നും വനിതാ കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചു. പരാതിയില്ലാതെ കേസെടുക്കാൻ കേസിൽ നിന്നും ഊരിപ്പോകുന്ന സാഹചര്യം വന്നു ചേരും. സുപ്രീം കോടതിയിലെ ന്യായമായ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്.